ഇന്ന് വെരി പേഴ്സണൽ ആയിട്ടുള്ളൊരു കാര്യം ഷെയർ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. ലൈഫിൽ ഒരു വലിയൊരു യൂ ടേൺ എടുക്കേണ്ടി വന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ജീവിതത്തിൽ നമ്മൾ പോകുന്ന വഴി എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരുപാട് ഒബ്സ്റ്റക്കിൾസും തടസ്സങ്ങളും സ്ട്രഗിൾസും സെറ്റ് ബാക്സ് ഒക്കെ നമുക്ക് ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ അതൊക്കെ അതിജീവിച്ചു മുന്നോട്ട് പോവാം. അല്ലെങ്കിൽ നമുക്ക് പോകുന്ന വഴി ശരിയല്ല എന്ന് തോന്നിയാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു യൂ ടേൺ എടുത്ത് ശരിയായ വഴി നമുക്ക് തിരഞ്ഞെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ സെറ്റ് ബാക്സ് സംഭവിക്കുന്നത് ചിലപ്പോൾ എല്ലാം ഒന്നിച്ചു വരും. കാരണം നമ്മൾ എത്രത്തോളം സ്ട്രോങ് ആണെന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, നമ്മൾ സ്വയം ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ എൻ്റെ ലൈഫിൽ ലാസ്റ്റ് ഇയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ജീവിതത്തിലുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നമ്മളുടെ ഹെൽത്ത്, അതുപോലെ തന്നെയാണ് നമ്മുടെ കരിയർ എന്ന് പറയുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഹെൽത്ത് വളരെയധികം ഡിറ്റീരിയോറേറ്റ് ചെയ്ത് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളൊരു ടൈം, അതായത് എമർജൻസിയിലായിരുന്നു. 1 വീക്ക് ഡോക്ടർ സിക്ക് ലീവ് തന്നു. ആ ഹോസ്പിറ്റലിൽ എമർജൻസിയിൽ ഇരിക്കുമ്പോൾ തന്നെയാണ്, അഡ്മിറ്റായ ടൈമിൽ തന്നെ ഞങ്ങളുടെ കമ്പനി, അതായത് ഞാൻ വർക്ക് ചെയ്യുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനി, എൻ്റെ ഡ്രീം ജോബ്, അതുപോലെ തന്നെ അതിനെ ഏറ്റവും സ്പെഷ്യലാക്കുന്നത് എൻ്റെ കൊളീഗ്സ് ആയിരുന്നു. അവരെനിക്ക് ശരിക്കും എൻ്റെ ഫാമിലി പോലെ തന്നെയായിരുന്നു. അത്രയും നല്ലൊരു വർക്ക് പ്ലേസ് ആയിരുന്നു. വെരി അൺഎക്സ്പെക്റ്റഡ്ലി ഒരു ഇടുത്തി, നമ്മൾ പ്രത്യേകിച്ച് അസുഖമായിരിക്കുന്ന സമയത്ത് ഒരു ഇടുത്തി പോലെ വന്ന ന്യൂസാണ് കമ്പനി ഷട്ട് ഡൗൺ ചെയ്യാണ്, അതും അഡ്മിനിസ്ട്രേഷന് പോവുകയാണെന്നുള്ളത്. ഞങ്ങൾക്കൊരു നോട്ടീസ് പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതോട് കൂടിയിട്ട് ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ്, ഇതെൻ്റെ ഫസ്റ്റ് ജോബാണ് ഓസ്ട്രേലിയയിൽ, ഈ ജോലിക്ക് വേണ്ടിയിട്ടാണ് വന്താക്കി എന്ന സ്ഥലത്ത് വീടൊക്കെ വാങ്ങി താമസാക്കിയതും. അങ്ങനെ ഒരു പെട്ടെന്ന് ഹെൽത്തും അതുപോലെ തന്നെ കരിയറും നഷ്ടപ്പെടുമ്പോൾ ശരിക്കും ഒരു ബ്ലാങ്ക് ഔട്ട് ആയിട്ടുള്ളൊരു സമയമായിരുന്നു. കാരണം ആ ഒരു സമയത്ത് നമ്മൾ എന്തിലാണ് പ്രതീക്ഷ അർപ്പിക്കേണ്ടതെന്ന് അറിയാത്തൊരു ടൈമായിരുന്നു. പിന്നീട് ഹെൽത്ത് വീണ്ടും ഡിറ്റീരിയറേറ്റ് ചെയ്തു. അതിനിടയിൽ നാട്ടിൽ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോഴും ഹോസ്പിറ്റലിലൊക്കെ എമർജൻസിയിലും വീട്ടിലൊക്കെ ആയിട്ടായിരുന്നു. തിരിച്ചു വന്നപ്പോൾ വീട്ടിൽ കയറാൻ പറ്റിയില്ല, നേരെ ഹോസ്പിറ്റലൈസ്ഡായി. അങ്ങനെ ഒരു 1 മന്തോളം വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 1.5 hours ദൂരെയുള്ള ഒരു ഹോസ്പിറ്റലിലായിരുന്നു എന്നെ മാറ്റിയത്. അവിടെ ഒരു 1 മന്ത് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. ആ ടൈമിൽ എന്നെ ഒരു സർജറിയുടെ ഭാഗമായിട്ട് കോംപ്ലിക്കേഷൻ ഉണ്ടായി. സോ നെക്സ്റ്റ് ഡേ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു. അപ്പോൾ അതിൽ നിന്ന് തിരിച്ചു വരിക എന്നുള്ളത് ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു റീബേർത്ത് ആയിരുന്നു. ഏറ്റവും കൂടുതൽ എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു അവസ്ഥയിൽ, ഞാൻ ഹെൽത്ത് 0 ആയിരിക്കുന്ന അവസ്ഥയിലാണ് എൻ്റെ ഈ പുതിയ ജോബ്, കമ്പനി എനിക്ക് ഈ ജോബ്, അതായത് ഇപ്പോൾ ഞാനൊരു പുതിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ് ലാസ്റ്റ് 3 months ആയിട്ട്. അത് ഏറ്റവും ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ വരെ അവരെന്നോട് ലീവ് എടുക്കാനൊന്നും പറഞ്ഞില്ല. ഹെൽത്ത് മാറിയിട്ട് തിരിച്ചു വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ മാത്രമല്ല, എനിക്ക് വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റി തന്നു, ഞാൻ ഏറ്റവും ആഗ്രഹിച്ചൊരു റോള് തന്നു. സോ അപ്പോൾ അങ്ങനെ പോയ ഈ ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ എനിക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടി. ലൈഫിൽ ഇതുവരെ എനിക്ക് ലഭിക്കാത്തൊരു ക്ലാരിറ്റിയും അതുപോലെ തന്നെ ഒരു കോൺഫിഡൻസും ഒരു കറേജും, പല കാര്യങ്ങളും എന്നെ ഭയപ്പെടുത്തുന്ന പേടിപ്പിച്ചിരുന്ന കാര്യങ്ങളിലൊക്കെ എനിക്ക് കൂടുതലൊരു ധൈര്യം വന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങളോട് പറയാനുള്ളത് എന്ന് വെച്ചാൽ, ഒരു ഹൗസ് മൂവിങ്, അതായത് ഏറ്റവും ആഗ്രഹിച്ചെടുത്ത വീടാണ് വന്താക്കിയിലെ എൻ്റെ ഡ്രീം ഹോം തന്നെയാണ് ഞങ്ങളുടെ. അപ്പോൾ അതിൽ നിന്ന് ഞാനും മോളും കൂടെ ഇവിടുന്ന് ഒരു 2.5 അല്ലെങ്കിൽ 3 hours കുറച്ച് ദൂരെയുള്ള സിറ്റിയുടെ അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് മാറുകയാണ്. ജോബിൻ്റെ ആവശ്യങ്ങൾക്ക് എനിക്ക് ഒക്കേഷണൽ ട്രാവലൊക്കെ അതായിരിക്കും കൂടുതൽ സൗകര്യം എന്നുള്ളതുകൊണ്ടാണ്. സോ ഈ ഒരു ഘട്ടത്തിലാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. ഞാൻ ഒരു ഒരു സൈക്കോ തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ഹിപ്നോട്ടിസ്റ്റ് ആവാനുള്ളൊരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സോ ഇതെന്നെ ഈ തെറാപ്പി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, വീണ്ടും ഒന്ന് ബൗൺസ് ബാക്ക് ചെയ്യാനൊക്കെ. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാനൊരു ഹിപ്നോട്ടിസ്റ്റ് അണ്ടർ ട്രെയിനിങ് ആണ്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ അതിജീവിച്ച കാര്യങ്ങൾ, എൻ്റെ സ്റ്റോറീസ് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഈ ഒരു മലയാളി റിപ്പോർട്ടർ ഓസ്ട്രേലിയ എന്നുള്ളത് അൺമൈൻഡ് ഒരു യൂ ടേൺ എടുത്തുകൊണ്ട് തന്നെ അൺമൈൻഡ് ബൈ ഷംറിൻ എന്ന് പറഞ്ഞിട്ടൊരു റീബ്രാൻഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സോ നമ്മുടെ മലയാളി റിപ്പോർട്ടർ ഓസ്ട്രേലിയ എന്നുള്ളൊരു പേജ് ന്യൂസ് മാത്രമല്ലാണ്ട് അൺമൈൻഡ് ബൈ ഷംറിൻ, അതായത് നമ്മുടെ ഡെയിലി നമ്മുടെ ജീവിതം, അതുപോലെ ഇതിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ, തെറാപ്പിയിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യാം, ഒപ്പം ന്യൂസും. അപ്പോൾ ഈ ഒരു പുതിയ യാത്രയിൽ ഇപ്പോൾ കൂടെ ഉള്ള പോലെ തന്നെ എല്ലാവരും കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ വീണ്ടും കാണാം.